നിങ്ങളൊരു മെമ്പർ പറഞ്ഞു, എന്നോട് മത്സരിക്കാൻ ലീഗുകാർ തയ്യാറുണ്ടോ എന്ന് ഈ സഭയിൽ വെച്ച് ആ മൂലയിൽ വെച്ച് ചോദിച്ചു ഒരു കൂട്ടുകാരൻ. ആ മണ്ഡലത്തിൽ നിന്നതാ എന്റെ പ്രിയങ്കനായ സുഹൃത്ത് ജോയ് 15,000-ഓളം വോട്ടിന് വിജയിച്ച് ഈ സഭയിൽ വന്നിരിക്കുന്നു. ആ സുഹൃത്തുക്കളും ഇല്ല, നിങ്ങളൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അവിടെ ജോയിയുടെ ഇവിടെ സെജി പറഞ്ഞ സമുദായത്തെ കുറിച്ചാണല്ലോ, ഏത് സമുദായക്കാരാണെന്നല്ലോ. നിങ്ങൾ CPM മനസ്സിലാക്കണേ, നിങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അവിടെ ജോയിയുടെ കുടുംബം കഷായത്തിൽ ചേർക്കാൻ അരക്കഴിഞ്ഞു പോലും കിട്ടില്ല. അവിടെയാണ് VS ജോയ് ഈ സഭയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി ഈ സഭയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുന്നു. കേരളത്തിൽ വർഗീയത താണ്ഡവമാടി വർഗീയ പ്രചരണങ്ങൾ കളിപ്പാട്ടമാക്കി ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച ഒരു കാലഘട്ടം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ തന്മയത്വത്തോടെ സൗഹാർദ്ദം വളർത്തി ഐക്യത്തോടുകൂടി ജനാധിപത്യ മൂല്യങ്ങൾ വളർത്തി മതേതരത്വം സംരക്ഷിച്ച് ജനങ്ങളെ നയിക്കാൻ വളരെ പ്രഗത്ഭമായി നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ നേതാവിനെ, പ്രിയങ്കനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഞാൻ ഈ സഭ മുമ്പാകെ വെച്ച് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, എൻ്റെ മണ്ഡലം തിരൂരിൽ നിന്ന് ഒരിക്കൽ കൂടി എന്നെ ജനങ്ങൾ വിജയിപ്പിച്ചാണ് ഇങ്ങോട്ട് അയച്ചത്. തിരൂരിലെ തെരഞ്ഞെടുപ്പിന് കുറെ സവിശേഷതകളുണ്ടായി. ആദ്യമായി കടന്നു വന്ന ദിവസം ഇടതുപക്ഷ സുഹൃത്തുക്കൾ പോലും കൈപിടിച്ച് എന്നെ അഭിനന്ദിച്ചവരുണ്ട്. ഞാൻ അവരുടെ പേര് പറയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ അന്വേഷിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് വന്നത് സർ? ഇടതുപക്ഷത്തിന്റെ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ അംഗീകരിച്ച സ്ഥാനാർത്ഥിയല്ല അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. 1982 പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും സമ്പന്നരായ ആളുകളെ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പരീക്ഷണം നടത്താൻ CPM തയ്യാറായി. അവിടെ പരാജയപ്പെട്ടുവെങ്കിലും തുടർന്നും ആ അഭ്യാസ മുറകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമ്പന്നനായ വ്യക്തി പണച്ചാക്കും കാണിച്ച് മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഏരിയ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ തയ്യാറായി. നിങ്ങളുടെ നയം ഇത്രയേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ടിയല്ല, വ്യക്തിയെയാണ് നിങ്ങൾ അംഗീകരിച്ചത്. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയതിന്റെ ഏകദേശം 4 ഇരട്ടിയോളം ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു. 7,000-ന് ജയിച്ച എന്നെ 24,000-ലേറെ വോട്ടിനാണ് ഇപ്രാവശ്യം ജയിപ്പിച്ചത്. സർ, ആ തിരൂരിലെ ജനങ്ങളോട് ഈ രീതിയിലുള്ള കുപ്രചരണങ്ങളും വർഗീയ ധ്രുവീകരണ നടപടികളും കൂടെ ഈ പണച്ചാക്ക് ഒടുകലും ഒക്കെ ഉണ്ടായിട്ടും മതേതരത്തിനൊപ്പം ജനാധിപത്യത്തെ കാത്ത് ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചുകൊണ്ട് അയച്ചതിലുള്ള സന്തോഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. UDFന്റെ വിജയം പ്രോജ്വലമാണ് സർ, അഭൂതപൂർവമല്ലേ. ഞെട്ടൽ മാറിയിട്ടില്ലല്ലോ അപ്പുറത്തുള്ള ആളുകൾക്ക്. ഇപ്പോഴും ഒന്ന് നിങ്ങൾ ശരിയായി നിൽക്ക്. ഞെട്ടൽ മാറിയിട്ടില്ല നിങ്ങൾക്ക് പോലും. പഴയ മുഖ്യമന്ത്രി പോലും 7 റൗണ്ട് എണ്ണിയപ്പോഴും പിന്നിലായിരുന്നു. ഞാൻ സന്തോഷം പറയട്ടെ, എന്റെ 7 തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേഖലയിലും 15 റൗണ്ട് വോട്ടെണ്ണിയപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും ഞാൻ മുമ്പിലായിരുന്നു എന്ന സന്തോഷം കൂടി എന്റെ ഇടതുപക്ഷക്കാരോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കാമാക്ഷരം നിങ്ങളുടെ നേതാക്കന്മാരുടെ മുഖത്ത് നോക്കി പറയാൻ അവകാശമില്ല. സ്റ്റാലിന്റെ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? അതിനെക്കുറിച്ച് പോയ പരാമർശങ്ങൾ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ നേതാക്കന്മാരെ പൂജിച്ച് കൊണ്ടുപോകുന്നു. നിങ്ങൾ നോക്കിയത് മുഖ്യമന്ത്രി കസേരയിൽ മാത്രം. മുഖ്യമന്ത്രി വീണ്ടും മന്ത്രിയാകാനുള്ള അവസരത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. മുഖ്യമന്ത്രി സർക്കാർ ഞങ്ങൾക്കുണ്ടാകും. ഭരണം ലക്ഷ്യമായി കേരളത്തിലെ ഒരു പാർട്ടി മുന്നോട്ട് പോയി എങ്കിൽ അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഭരണ ലക്ഷ്യമാക്കി. ഞങ്ങൾക്ക് ഭരണ ലക്ഷ്യമല്ല, ഞങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണ് ഭരണം.